നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഒരു നൈറ്റ് ഡ്രൈവ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നൈറ്റ് ഡ്രൈവ് പോവാതിരിക്കുന്നതാണോ നല്ലത്? കാരണം പൊതുവെ എല്ലാവരും പറയുന്ന പോലെ നൈറ്റ് ഡ്രൈവ് പോകണ്ട, നൈറ്റ് ഡ്രൈവ് പോകുന്ന അത്ര സേഫ് അല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനൂപ് പി ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് നൈറ്റ് ഡ്രൈവ് അത്യാവശ്യമില്ലെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം വിസിബിലിറ്റി കുറയും, പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ബ്രൈറ്റ് ലൈറ്റ് കൊണ്ട് നമുക്ക് റോഡിൻ്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കുന്നില്ലെന്നാണ് തോന്നുന്നു. കുറച്ച് ഭാഗം എനിക്ക് കിട്ടിയില്ല, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത സമയത്ത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അനൂപ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. കാരണം നൈറ്റ് ഡ്രൈവ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ എല്ലാ സിറ്റുവേഷൻസിൽ കൂടെ വാഹനം ഓടിക്കാൻ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നേ പറയത്തുള്ളൂ. കാരണം രാത്രി നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഓടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോൺഫിഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഓടിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ ശരിക്കും രാത്രിയാണ് വാഹനം ഓടിക്കാൻ പഠിച്ചത്. എനിക്കതുകൊണ്ട് രാത്രി ഓടിക്കുമ്പോൾ കുറേ കൂടെ ഞാൻ കംഫർട്ടബിളാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനത്തിൻ്റെ വെട്ടം അടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഏറെക്കുറെ നമ്മുടെ റോഡ്സിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ കാണുന്നുള്ളതുകൊണ്ട് നമുക്ക് വളരെ വൃത്തിയായിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നൈറ്റിൽ വാഹനം ഓടിച്ചിരിക്കണം. അങ്ങനെ ഓടിച്ചാൽ മാത്രമേ നമുക്കത് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ കണ്ണിലോട്ട് വെട്ടം അടിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഒബ്വിയസ്ലി നമുക്ക് ഒന്ന് മങ്ങിപ്പോവും. പക്ഷേ അങ്ങനെ മങ്ങുകയാണെങ്കിൽ പോലും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും വാഹനം ഓടിക്കാൻ സാധിക്കും. സ്ഥിരം നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന പലർക്കും ഇതിനകത്ത് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, വാഗമണിലൊക്കെ യാത്ര പോയ സമയത്ത്, അവിടെയാണെന്ന് തോന്നുന്നു, ഒരുപാട് നൈറ്റ് ഡ്രൈവിൽ പോയ സമയത്ത് ശരിക്കും ഭയങ്കര മിസ്റ്റിയായിരുന്നു. ഞങ്ങൾക്ക് റോഡൊന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഫ്രണ്ടിലുള്ള വാഹനങ്ങളോ റോഡോ ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്ന സമയത്ത് പോലും ഞാൻ ശരിക്കും വാഗമൺ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, പണ്ടത്തെ കാര്യം, അവിടെ വരയോ കാര്യങ്ങളോ ഒന്നുമില്ല, റോഡ് ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് റോഡിൻ്റെ എഡ്ജ് നോക്കിയായിരുന്നു അന്ന് വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഓരോ തവണ അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെന്ന് പെട്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അടുത്തൊരു സൊല്യൂഷൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഷുവറായിട്ട് നിങ്ങൾക്കൊരു പേടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത്, അല്ലെങ്കിൽ ഒരു പേടി മനസ്സിൽ വന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ രാത്രി ഓടിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കഴിവതും ചെയ്ത് ശീലിക്കുക. പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പേടി വരുന്ന കാര്യം ഏറ്റവും കൂടുതൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു പേടി മാറ്റുന്നതായിരിക്കും. ഇത് ജസ്റ്റ് എൻ്റെ ഒരു സജഷൻ മാത്രമാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്.